Modiji, because of you, we Indians are so proud. You made us proud. You take India to the high level. നമസ്കാരം. ഇതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാജിക്. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത്. അതും നരേന്ദ്രമോദി 3-ാം വട്ടം പ്രധാനമന്ത്രിയായപ്പോഴാണ് കുവൈറ്റ് തങ്ങളുടെ നയതന്ത്ര വാതിലുകൾ ഇന്ത്യക്കായി തുറന്നു നൽകിയത്. അവിടെ എത്തിയ മോദി 2 ദിവസം കൊണ്ട് കാട്ടിയത് മോദി മാജിക് തന്നെയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുവൈറ്റ് സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പിട്ടത് 4 ഉഭയകക്ഷി നിർണായകമായ കരാറുകളിൽ. പ്രതിരോധ രംഗത്തെ സഹകരണം, സാംസ്കാരിക കൈമാറ്റം, കായിക സഹകരണം, രാജ്യാന്തര സോളാർ സഖ്യത്തിൽ പങ്കുചേരൽ തുടങ്ങിയ കരാറുകളിലാണ് ഇന്ത്യയും കുവൈറ്റും ഒത്തുചേരാൻ പോകുന്നത്. 2025 മുതൽ 29 വരെ സാംസ്കാരിക കൈമാറ്റം, 2025 മുതൽ 28 വരെ കായിക സഹകരണം, രാജ്യാന്തര സോളാർ സഖ്യത്തിൽ കൂടുതൽ നിക്ഷേപങ്ങൾ, ഇതൊക്കെയാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. കുവൈറ്റിലെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളുമായും നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്താനും 2 ദിവസത്തിനിടെ സമയം കണ്ടെത്തി. പ്രധാനമന്ത്രി അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അൽ സബ, കുവൈറ്റ് കിരീടാവകാശി സലാ അൽ ഖലേദ് അൽ ഹമദ് അൽ മുബാറക് അൽ സബ, കുവൈറ്റ് അമീർ ഷെയ്ഖ് മേഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബ എന്നിവരെ നേരിൽ കാണുകയും വിവിധ വിഷയങ്ങളിൽ തൻ്റെ നിലപാട് അറിയിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തു. പ്രതിരോധ വ്യവസായം, പ്രതിരോധ ഉപകരണങ്ങളുടെ വിതരണം, സംയുക്ത അഭ്യാസങ്ങൾ, പരിശീലനം, പ്രതിരോധ ഉദ്യോഗസ്ഥരുടെയും വിദഗ്ധരുടെയും കൈമാറ്റം, പ്രതിരോധ മേഖലയിലെ ഗവേഷണ വികസന സഹകരണം തുടങ്ങിയ കാര്യങ്ങളിൽ സഹകരണം ഉറപ്പാക്കുന്ന ധാരണാപത്രത്തിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചിരിക്കുന്നത്. ഇരു രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാർ നടത്തിയ പ്രതിനിധിതല ചർച്ചയിൽ വ്യാപാരം, നിക്ഷേപം, ഊർജം, പ്രതിരോധം, സുരക്ഷ, ആരോഗ്യം, വിദ്യാഭ്യാസം, സാങ്കേതികവിദ്യ തുടങ്ങി ഇന്ത്യ തിളങ്ങി നിൽക്കുന്ന വിവിധ മേഖലകളിൽ തന്ത്രപരമായ പങ്കാളിത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തിപ്പെടുത്താനായി ചർച്ചകൾ നടത്തി. കുവൈറ്റ് പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഇരു രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാർ നടത്തിയ കൂടിക്കാഴ്ചയിൽ വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം തുടങ്ങി വിവിധ മേഖലകളിലെ തന്ത്രപരമായ നിക്ഷേപവും പങ്കാളിത്തവും ശക്തിപ്പെടുത്തുന്നതിനുള്ള തീരുമാനങ്ങളുമുണ്ടായി. നരേന്ദ്രമോദിയെ തിരികെ ഇന്ത്യയിലേക്ക് യാത്ര അയക്കാൻ കുവൈറ്റ് പ്രധാനമന്ത്രി അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അൽ സബ വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയതും ശ്രദ്ധേയമായി. കുവൈറ്റിലെത്തിയ മോദിക്ക് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ മുബാറക് അൽ കബീർ നെക്ലേസ് കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഗൽ അൽ അഹമ്മദ് അൽ ജാബിർ അസബ സമ്മാനിച്ചതും ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന ഒന്നു തന്നെയാണ്.